റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, 3 പെൺകുട്ടികളെ ഒരാൾ നന്നായി പരിചരിച്ച് പഠിപ്പിച്ച്, 3 പെൺമക്കളെ ഒരാൾ നന്നായി പരിചരിച്ച് പഠിപ്പിച്ച് ഫഅദ്ദബഹുന്ന വസവ്വജഹുന്ന വഅഹ്സന ഇലൈഹിന്ന ഫലഹുൽ ജന്ന. ഒരാൾ അയാളുടെ 3 പെൺമക്കൾക്ക് നല്ല ആത്മീയമായ ജ്ഞാനം നൽകി, ഇസ്ലാമിക ചിട്ടയിൽ അവരെ വളർത്തി, കാണുന്ന പരിഷ്കാരത്തിനെല്ലാം ജീൻസും പാൻസും ഇട്ട് ആടാനും പാടാനും വിട്ടതല്ല, അതല്ല മക്കളോടുള്ള നന്മ. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഗരിമയിൽ നിൽക്കാൻ ആവശ്യമായത് നൽകിയതല്ല, അവരെ ഇസ്ലാമിന്റെ ചിട്ടകൾ മുഴുവനും പഠിപ്പിച്ചു. ഫഅഹ്സന ഇലൈഹിന്ന, അവരോട് നന്മയിൽ പ്രവർത്തിച്ചു. വസവ്വജഹുന്ന, അവരെ നല്ല നിലയിൽ വിവാഹം ചെയ്തയച്ചാൽ ഫലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗമാണ്. ഇന്ന് പെൺകുട്ടികളോട് വിരോധമുള്ള ഒരു തലമുറയുടെ മുമ്പിൽ, ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വളരെ വ്യാപകമായി പാരായണം ചെയ്യേണ്ട ഒരു ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു പെണ്ണിനെയല്ല 3 പെൺമക്കളെ നന്നായി പരിചരിച്ച് അവർക്ക് ആവശ്യമായ വിജ്ഞാനം നൽകി, അവർക്ക് ആവശ്യമായ ചിട്ടയും മര്യാദയും ഒക്കെ പഠിപ്പിച്ച് സമയത്ത് വിവാഹം ചെയ്തയച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ഫലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നീട് സ്വർഗ്ഗം കിട്ടുന്ന മറ്റൊരു കർമ്മം, മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാൾ അല്ലാഹുവിന് വേണ്ടി പള്ളി പണിതാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അയാൾക്ക് വീട് നൽകുന്നതാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ മാത്തത് ഇംറഅത്തുൻ വ സൗജുഹാ റാദിൻ അൻഹാ ദഖലത്തിൽ ജന്ന. ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയി, അല്ല ഒരു ഭാര്യ മരണപ്പെട്ടു പോയി, ഭർത്താവ് തൃപ്തനാണ് എന്ന് പറഞ്ഞാൽ ഭാര്യയുമായി നല്ല തൃപ്തിയുള്ള സമയത്ത് ഭർത്താവ് നല്ല പൊരുത്തത്തിലാണ്, സന്തോഷത്തിലാണ്. ഒരു ഭാര്യ മരിക്കുന്ന സമയത്ത് ഭർത്താവിൽ നിന്ന് പൊരുത്തമുള്ളവളായി മരിച്ചാൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ഓഫർ ചെയ്യുന്നത് സാമൂഹിക ജീവിതത്തിലെ മേന്മയിൽ, വ്യക്തി ജീവിതത്തിലെ മേന്മയിൽ, കുടുംബ ജീവിതത്തിലെ മേന്മയിൽ, ആത്മജീവിതത്തിലെ മേന്മയിൽ. കുടുംബത്തിൽ മക്കളെ നന്നായി പരിചരിക്കുമ്പോ നിങ്ങൾക്ക് സമ്മാനം സ്വർഗ്ഗമാണ്. ഭാര്യയുമായി നല്ലതുപോലെ വർത്തിച്ചാൽ സമ്മാനം സ്വർഗ്ഗമാണ്. ഭർത്താവുമായി നല്ല രീതിയിൽ പെരുമാറിയാൽ സമ്മാനം സ്വർഗ്ഗമാണ്. എത്ര മനോഹരമായ മതം! കാട്ടിൽ പോയി തപസ്സിരുന്നാൽ മാത്രം കിട്ടുന്നതാണെന്നല്ല ഇസ്ലാമിന്റെ രീതി. സാമൂഹിക ജീവിതത്തിന്റെ ഇടവേളകളിൽ ആവശ്യമായ നിബന്ധനകളും നിയമങ്ങളും പാലിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സ്വർഗ്ഗം. ഇതാണ് ഇസ്ലാം. അപ്പോൾ സമീപകാലത്തൊരു ചെറുപ്പക്കാരിയായ സഹോദരി മരണപ്പെട്ടു. ആ വീട്ടിലേക്ക് ഞാൻ സന്ദർശനത്തിന് ചെന്നപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വാപ്പയുടെ മടിയിൽ വന്നിരുന്ന് നിലവിളിക്കുന്നു, ഉമ്മയെ കാണിച്ചു. നിസ്സഹായനായ വാപ്പ എന്നോട് പറഞ്ഞു, എന്തു ചെയ്യാനാണ് ഉസ്താദേ? ഇവൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സാധാരണ ഉമ്മയ്ക്ക് സലാം പറഞ്ഞു വരുന്ന ആളായിരുന്നു. ഇപ്പോൾ ഉമ്മയെ കാണുന്നില്ല, അവൻ പ്രയാസത്തിലാണ്. ഇവന്റെ ഉമ്മയുടെ ജനാസ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ മരിച്ചു കിടക്കുകയാണെന്ന് ഈ കുട്ടിക്കറിയില്ല. സാധാരണ സ്കൂളിൽ നിന്ന് വന്ന് സലാം പറഞ്ഞിട്ട് കൈ കൊടുക്കാൻ തോന്നുന്നത് പോലെ ഈ ഉമ്മ മരണപ്പെട്ട് കിടന്നപ്പം 6 വയസ്സുള്ള 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് കൈ കൊടുക്കാൻ നോക്കി. എങ്ങനെയാണ് എനിക്ക് സഹിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ നിലവിളിക്കുന്നതിനിടയിൽ പറഞ്ഞു, ഉസ്താദ്, എന്റെ ഇത്രയും കാലത്തെ കുടുംബജീവിതത്തിനിടയിൽ എനിക്കിഷ്ടമില്ലാത്തതൊന്നും എന്റെ ഭാര്യ ചെയ്തിട്ടില്ല, എനിക്ക് പൊരുത്തമില്ലാത്തതൊന്നും എന്റെ ഭാര്യ ചെയ്തിട്ടില്ല, എന്നോട് ചോദിക്കാതെ ഒരു ഇടപാടും അവൾ നടത്തിയിട്ടില്ല. ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, രോഗിണിയായി കിടക്കയിൽ കിടക്കുമ്പോൾ കയ്യിൽ കിടന്ന ഒരു ആഭരണം ഒരു ദീനീ സ്ഥാപനത്തിന് സംഭാവനയായി നിയത്താക്കി അതെന്നോട് ചോദിക്കാതെയാണ് ചെയ്തത്. അവസാന നിമിഷങ്ങളിൽ എന്നോട് ഹോസ്പിറ്റലിൽ കിടന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളോട് ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്തു പോയി, പൊരുത്തപ്പെടണം. ഞാൻ ചോദിച്ചു, എന്താണ്? എന്റെ ഈ രോഗം മാറാൻ, എനിക്ക് അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാൻ ഞാൻ എന്റെ ഈ കയ്യിൽ കിടക്കുന്ന വള ഒരു ദീനീ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ നിയത്ത് ചെയ്തു, അത് നിങ്ങൾക്ക് പൊരുത്തമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, 1000 വട്ടം പൊരുത്തമാണ്. അപ്പൊ ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയ ഭാര്യയുടെ മേന്മ പറയുകയാണ്, ഇത്രയും കാലമുള്ള ഞങ്ങളുടെ കുടുംബജീവിതത്തിനിടയിൽ ഒരു പ്രയാസങ്ങളും അവൾ നൽകിയിട്ടില്ല,
അതിങ്ങനെ കേൾക്കുമ്പോ എത്ര സ്വസ്ഥമായ ഒരു കുടുംബജീവിതം, എത്ര സന്തോഷകരമായ അഭിപ്രായങ്ങൾ. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ അടുക്കൽ അങ്ങനെയാണോ? പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ആയിരിക്കുമോ? എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ മാതത് ഇംറഅത്തുൻ വസൗജുഹാ റാദിൻ അൻഹാ. ഒരു പെണ്ണ് മരിച്ചു, ഭർത്താവ് തൃപ്തനാണ് അവളിൽ, എന്നാൽ അവൾ സ്വർഗത്തിലാണ്. അപ്പൊ ഭർത്താക്കന്മാര് വിചാരിക്കേണ്ട മേൽക്കോയ്മ ഞങ്ങളുടെ കയ്യിലാണ്, ഇനി പൊരുത്തം കൊടുത്തില്ലേ അവൾ നരകത്തിലായിക്കോട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും. നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. ഭാര്യമാരോട് നല്ലവരല്ലെങ്കിൽ നിങ്ങൾ ദുനിയാവിൽ നല്ലവരല്ല. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭാര്യയെ കയറി വന്ന് തല്ലുക, തെറി വിളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കൊണ്ട് കലാപം സൃഷ്ടിക്കുക, അതൊരു ഭർത്താവിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ല. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ നിങ്ങൾ നല്ലവരാകണമെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല സമീപനമുള്ളവരാകണം, ഭർത്താക്കന്മാരുടെ പൊരുത്തമുള്ള ഭാര്യമാരാകണം, ക്ഷേമകരമായ കുടുംബജീവിതങ്ങൾ ഉണ്ടാകണം. അത് നിങ്ങൾക്ക് ഇവിടെ സ്വർഗമാണ്, നാളെയും സ്വർഗം നൽകുന്നതാണ്. الرضا بالله ربا وبمحمد صلى الله عليه وسلم رسولا وبالإسلام دينا.